ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാടേ നമ്മളൊന്നും പറയാതിരിക്കുന്നേ? രേണു സബ്സ്ക്രൈബ്ഡ് വീഡിയോക്കകത്ത് ഇട്ടൊരു സാധനമാണ്. ഇപ്പോ രേണു സബ്സ്ക്രൈബ്ഡ് വീഡിയോ ചെയ്തതിനകത്ത് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തതിനെതിരെ അത് ആൾക്കാർ പുറത്തിടുന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനം സംസാരിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ഇതിപ്പോ രേണു ഇട്ട സാധനമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. കുറെ സബ്സ്ക്രൈബ്ഡ് സാധനത്തിൽ ഇട്ട കുറച്ച് സാധനങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഈ വീഡിയോ രേണു കാണുകയാണെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ രേണുവിന് തിരിച്ചു പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് രേണുവിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ആൾക്കാരെടുത്ത് പുറത്തിടുന്നു ഇതിനെ ചൊല്ലി രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെല്ലാം സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. രേണുവിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? രേണുവിനെ അറിയാവുന്ന, രേണുവിന്റെ സ്വന്തക്കാരായിട്ടുള്ള, രേണുവിന്റെ മകനായിട്ടുള്ള ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? പോട്ട്, ഈ 18 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറ്റിയ സാധനങ്ങളാണോ നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റൊരു കുറച്ച് ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്നുണ്ട്, തെറ്റേ അല്ല. അത് ഇൻസ്റ്റാഗ്രാം തരുന്നൊരു ഫീച്ചറാണ്. ആ ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ആൾക്കാർ പണം തന്നിട്ടാണ് ആ ഫീച്ചർ അൺലോക്ക് ചെയ്ത് കാണുന്നത്. ഓക്കെ, ഫൈൻ, ഇതുവരെ കറക്റ്റ് ആണല്ലോ? ബാക്കിയാണോ? ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന, പേഴ്സണലി കൊടുക്കുന്ന പോസ്റ്റോ, സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന പോസ്റ്റ്? ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇന്ന ഫോട്ടോസ് എക്സ്ക്ലൂസീവ് ആയിട്ട് എന്റെ സബ്സ്ക്രിപ്ഷൻ ആ ഒരു പേജിനകത്ത്, ആ ഒരു ഫീച്ചറിനകത്ത് ഇടുകയാണ്. ഞാൻ പറയുന്ന പണം എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം, ആക്സസ് ചെയ്യാം. ഇതാണല്ലോ സാധനം. സോ പേഴ്സണൽ അല്ല. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? രേണു വളരെ പേഴ്സണൽ ആയിട്ട്, രേണുവിന് ട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരു സാധനം അയച്ചു കൊടുക്കുന്നു, ഒരു മെസ്സേജ് ആവട്ടെ, എന്തൊരു സാധനം പേഴ്സണൽ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതാണ് ഈ പ്രൈവറ്റ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും പ്രൈവറ്റ് അല്ല. കാശുള്ള ഏതൊരുത്തനും രേണു കൊടുത്ത സാധനം കാണാൻ പറ്റും. ഇല്ലയോ? പറ്റും. പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുറത്തു വിട്ടാലത്തെ അവസ്ഥ എന്താ? ഇതേപോലെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരുപാട് ഇൻസ്റ്റാഗ്രാം ചാനലുകളുണ്ട്, പേജുകളുണ്ട്, ഇതേപോലെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആളുകൾ ഇടുന്ന സാധനങ്ങൾ സ്ക്രീൻഷോട്ടും ഫോട്ടോസും എടുത്ത് പുറത്തുവിടുന്ന ചാനലുകളുണ്ട്. നിങ്ങൾ തമിഴിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അറോറ എന്ന് പറയുന്നൊരു പെണ്ണുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി നിങ്ങൾ ചെയ്യുന്ന പോലെ സബ്സ്ക്രിപ്ഷനിൽ തരംഗം ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണിത്. ഇത് അതുൽ ബ്ലോഗ്സ് ഈ പുള്ളിക്കാരിയെ പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സാധനം ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടുന്നുണ്ട്. ഇതേപോലെ അല്പം ലൈംഗിക ചുവയുള്ള സാധനങ്ങൾ ഇടുമെന്ന് ആൾക്കാർക്ക് തോന്നുന്ന പല ആൾക്കാരുടെയും സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്കാർ പുറത്തിടുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തെന്നല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്നും ചെയ്തെന്ന് ഞാൻ പറയത്തേ ഇല്ല. നമുക്ക് ബാക്കിയേക്കാം. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രിപ്ഷൻ അല്ല, സബ്സ്ക്രിപ്ഷൻ. ഇനി കൃത്യമായിട്ട് പറയണം, തെറ്റിക്കരുത്. രേണു ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങൾ തെറ്റിക്കുന്നുണ്ട്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മതി, അതല്ലേ കുറച്ചും കൂടെ എളുപ്പം. ഈ സാധനം രേണു ഇടുന്നത് പല ആൾക്കാരും എടുത്ത് പുറത്തിടുന്നു. രേണുവിനെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നു എന്നാണ് രേണു അവകാശപ്പെടുന്നത്. രേണു എന്തോരം ആൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ടെന്നൂടെ രേണു ചിന്തിക്കണ്ടേ? അപ്പോ ആപത്ത് കാലത്ത് വെച്ച തൈയാണ് ഇപ്പോ പത്തായത്തിൽ കിടന്നുറങ്ങുന്നത്. മനസ്സിലായോ? നമ്മള് ഒരു മനുഷ്യനെ അതിഭീകരമായി വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്താ പറയുന്നത്? നീ നെഗറ്റീവ് അടിക്കടാ, ഈ നെഗറ്റീവ് അടിക്കിരിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? അതെല്ലാം മാറിയോ? മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. കണ്ടന്റ് നിനക്കൊക്കെ തരുന്നില്ലയോ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ രേണു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് പല സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കള്ളിപ്പോടുന്നു. അപ്പൊ കണ്ടന്റ് നമ്മൾ ചെയ്യണമെന്ന് രേണു ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ രേണു ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തൊരു സാധനം, അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് വേണ്ടി കാണാൻ ഇട്ട സാധനം നിങ്ങൾ എന്തിനു പുറത്തിട്ടു എന്നുള്ളതാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്നത് ജിയോ ആണ്. ജിയോ സിം പലരുടെ കയ്യിലുണ്ട്. ജിയോ നെറ്റ്വർക്ക് പലർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാ? രേണു ഇൻസ്റ്റാഗ്രാം പേജിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതുപോലെ പല ആൾക്കാർക്കും ജിയോ സിം ഉണ്ട്. ഈ ജിയോ സിം മീൻസ് റീചാർജ് ചെയ്യാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, റീചാർജ് ചെയ്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. രേണു ചെയ്ത പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇത് കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആ സാധനം ഞാൻ വാങ്ങി,
അതിനകത്ത് ഞാൻ ചുമ്മാ ഒന്നും അല്ലല്ലോ, പുളിങ്കുരു പോലെ എണ്ണി കൊടുത്തിട്ടില്ല ആൾക്കാർ ഈ സാധനം പുറത്തിടുന്നത്. നിങ്ങളത് നമുക്ക് വിറ്റ സാധനമാണ്. ഈ സാധനം പുറത്തു പോകും. അത് പുറത്ത് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് കാണുന്നവനൊന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ പണം കൊടുക്കാതെ ഒരുത്തന് പേഴ്സണൽ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് അയച്ചു കൊടുത്ത സാധനമാണ് ഈ പുറത്ത് പോകുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് ന്യായം. നിങ്ങൾ പൈസ മേടിച്ചിട്ട് നിങ്ങളുടെ പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറയുകയേ വേണ്ട, അങ്ങനത്തെ സാധനങ്ങൾ പുറത്തു വിട്ടിട്ട് അത് വീണ്ടും ലീക്ക് ആവുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അതായത് ആൾക്കാർക്ക് പൈസ തന്ന് എനിക്ക് പൈസ തന്നത് കാണൂ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒരു പ്രൈവസി, പൈറസി പോലത്തെ ഒരു സാധനമാണ് രേണു ഇവിടെ അവകാശപ്പെടാൻ ശ്രമിക്കുന്നത്. നമുക്ക് ബാക്കിയാണ്. അതെടുക്കാൻ വരെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ, അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന്. എല്ലാവരുടെയും വരുന്നുണ്ട് രേണുവിന് അതിനെ കുറിച്ചൊന്നും വലിയ പിടുത്തമില്ലാത്തുണ്ട്. ചേട്ടൻ ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലല്ലോ. അറോറയുടെ പോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് ഇതേപോലെ വരുന്നുണ്ട്. തുമ്പിയുടെ നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് ഇതുപോലെ വരുന്നുണ്ട്. പല ആൾക്കാരുടെയും സബ്സ്ക്രൈബ്ഡ് പോസ്റ്റുകൾ പുറത്തു വരുന്നുണ്ട്. ആ പോസ്റ്റുകൾ അതിനകത്തൊരു വിവാദം ഉണ്ടാക്കുന്ന സാധനം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും അധികം നിലവാരം താഴ്ന്ന സാധനങ്ങളാണ് പുറത്തു വരും. അത് യാതൊരു തർക്കവും ഇല്ലാത്ത സാധനമാണ്, മനസ്സിലായോ? ഇപ്പൊ രേണുവിനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് അവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, കണ്ടോ രേണുവിന്റെ എക്സ്ക്ലൂസീവ് സാധനം എന്ന് പറഞ്ഞ ആൾക്കാർ കാണിക്കില്ലേ? അങ്ങനെ കാണിക്കാൻ പാടില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ ഫോണിൽ മാത്രമേ ഇവൻ ഈ കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ പറ്റൂ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുക്കണം. പറ. സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക, അപ്പൊ വിവരം അറിയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് നാണം ഉണ്ടോടാ നിനക്കൊക്കെ? ഞാൻ ഇടുന്ന ഫോട്ടോകൾ പബ്ലിക് ആക്കാൻ നാണമുണ്ടോന്ന്? അമ്മാതിരി പോസ്റ്റുകൾ ഇടാൻ രേണുവിന് നാണമുണ്ടോ? രേണു എക്സ്ക്ലൂസീവ് കണ്ടന്റുകളിനകത്ത് മര്യാദക്കുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടോ? മര്യാദക്കുള്ള ഒരു റീൽ ഇട്ടിട്ടുണ്ടോ? രേണു തന്നെ പറ. ഈ സാധനം ചില ആൾക്കാരെ കാണിക്കാൻ പറ്റുമോ? ചില കാറ്റഗറി ആൾക്കാർ ഈ സാധനം നിങ്ങൾ ഇടുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തുകൊണ്ട് ഈ സാധനം മറ്റേതിൽ ഇടാത്തെ, നോർമൽ പോസ്റ്റ് ആയിട്ട് ഇടാത്തെ? അപ്പൊ കുറച്ച് ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്നിട്ട് നമ്മളോട് ചോദിക്കുക നിനക്കൊക്കെ നാണമുണ്ടോന്ന്? ഞാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്, മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ രേണു അത് രേണുവിന്റെ രേണു കാശ് മേടിച്ചിട്ടാണ് രേണുവിന്റെ ഈ സാധനം ഒരുത്തം കാണുന്നത്. രേണു അവന്റെ പണം മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കാണുന്നുണ്ടെങ്കിൽ എന്റെ നിന്നുള്ള ഒരു പങ്ക് രേണു കൈപ്പറ്റിയിട്ടുണ്ട്. അത് രേണു എനിക്ക് വിറ്റു. ഇനി അത് എന്റെ സാധനമാണ്. ഞാനത് കാണണോ, സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കണോ, നാട്ടുകാരെ കാണിക്കണോ, അതൊക്കെ എന്റെ കാര്യമാണ്. രേണു അത് എനിക്ക് വിറ്റു. ഇപ്പൊ ഞാനൊരു സിനിമ കാണുക, ആ സിനിമയുടെ സീഡ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു. ആ സാധനം മറ്റൊരാൾക്ക് കൊടുക്കണോ, എന്റെ കയ്യിൽ തന്നെ വെക്കണോ, ഇവിടെ നീ കണ്ടിട്ട് തടയെന്ന് പറഞ്ഞ് കൊടുക്കണോ എന്നുള്ളത് ആ വാങ്ങുന്ന ആളുടെ ഇഷ്ടമല്ലേ? രേണു ഇത് പൈസക്കല്ല, ഫ്രീ ആയിട്ട് പേഴ്സണലി ഒരാൾക്ക് അയച്ചതാണ്. രേണു ഈ പറയുന്നത് ഒക്കെ ന്യായമാണ്. എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ അത് കുഴപ്പമില്ലല്ലേ? നീ സ്ക്രീൻഷോട്ട് എടുത്തോ, നീ പേഴ്സണൽ ആയിട്ട് നിന്റെ കയ്യിൽ വെച്ചോ, നീ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ, അത് കുഴപ്പമില്ല. അത് പബ്ലിക് ആക്കല്ലേ? പബ്ലിക് ആക്കി കഴിഞ്ഞാൽ 600 സബ്സ്ക്രൈബർ ഇപ്പൊ എനിക്കുള്ളൂ. അതെങ്ങനെ 1000-ലേക്ക് ഞാൻ എത്തിക്കും? അത് എത്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ രേണു ഇതിനകത്ത് വേറൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. കോംപ്ലിക്കേഷനിലേക്ക് ഞാൻ വരാം. വെച്ചേക്കുന്നല്ലേ, നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത് അല്ലേ? ഈ തരുന്ന ഓരോരുത്തരും പൈസ തന്നിട്ടില്ലേ? അത് അവന്റെ വീട്ടിലെ കാശല്ലേ? രേണു അവന്റെ കൊണ്ട് കാശ് കൊടുത്തിട്ടാ ഒരു 150 രൂപയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തേരടാ എന്ന് പറഞ്ഞിട്ട് രേണു കാശ് കൊടുത്തണോ? അവന്റെ വീട്ടിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് തന്നെയാണ് രേണു മേടിക്കുന്നത്. അത് എന്തൊരു സംസാരമാണ് സംസാരിക്കുന്നത്? പുളിങ്കുരു വരെ എന്നെ മേടിച്ചിട്ടാ അങ്ങനെ പറയാൻ കൊള്ളാമോ? അത് മോശമല്ലേ? അത് മോശമാട്ടോ, അങ്ങനെ പറയില്ലേ. അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ്. രേണുവിന്റെ ഒരു വീഡിയോ വൈറലാകുമ്പോ, ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ, യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ ആൾക്കാർ ഒരു വ്യൂ തരുമ്പോ അതൊക്കെ അവരുടെ കാശാണ്. ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇടുന്നു, ഒരുത്തൻ അത് കാണുമ്പോൾ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, ലൈക്ക് ചെയ്യുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ അവൻ അത് ആ എഫേർട്ട് ഇടുന്നോണ്ടാണ് എനിക്ക് പൈസ കിട്ടുന്നത്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്നുള്ള സാമാനം നമ്മൾ മേടിച്ചിട്ട് അവനെ ഒരു മേടി പുച്ഛിക്കുന്നത് തെറ്റല്ലേ? ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന്. ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്ക. രേണു ചുമ്മാ തമാശ പറയാതെ. രേണു ഇട്ടിരിക്കുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ പോലീസുകാരെ രേണു ഇങ്ങനെ കാണിക്കുമോ? ഇല്ലേ? ഈ ഫോട്ടോകൾ കണ്ടിട്ട് അവൻ എന്നെ മോശം പറഞ്ഞു, ഇവനെതിരെ പറയുമോ? രേണുവിന് അത് അങ്ങനെ പോലീസുകാരെ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫോട്ടോസ് ആണ് രേണു അത് ഇട്ടിരിക്കുന്നത്. അത് കാണുമ്പോ അത് കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ പോകുന്ന ചിന്താഗതി എന്തായിരിക്കും?
മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്റെ പൊന്നു രേണു, ഡിഫർമേഷൻ കേസ് കൊടുക്കുന്ന ഉദ്ദേശിച്ചേ, പക്ഷെ ഡിഫർമേഷൻ കേസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരു സാധനം വേണ്ടേ? താനിട്ട ഫോട്ടോ ഏതൊക്കെയാന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പല വീഡിയോയിലായിട്ട് വെച്ചിട്ടുണ്ട്, പല വ്ളോഗേഴ്സും വെച്ചിട്ടുണ്ട്. ആ സാധനം കാണിച്ചിട്ട് ഈ ഫോട്ടോ പ്രചരിപ്പിച്ചു, ഇത് ഞാൻ തന്നെ ഇട്ട ഫോട്ടോ, ഇത് പ്രചരിപ്പിച്ചു, ഇത് അതിനെതിരെ കേസെടുക്കും. നല്ലതായിരിക്കുമെങ്കിൽ. ഇനി രേണുവിന്റെ ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റുകളിൽ 1-2 കണ്ടന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഇത് രേണു ഇട്ട ഒരു ഫോട്ടോയാണ്. രേണുവിന്റെ കറുത്ത വസ്ത്രം ഇട്ടിട്ട് വളരെ അതിമനോഹരമായ ഒരു ഫോട്ടോയാണ്. പിന്നെ നമ്മൾ ആദ്യം കണ്ട ഈ ഒരു സാധനം രേണു ഇട്ടിട്ടുണ്ട്. ഇത് 18+ കണ്ടന്റ് ആണോ? 18+ എന്ന് പറഞ്ഞ് ഞാൻ മറ്റേ എക്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രായപൂർത്തിയായ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ കാണേണ്ട ഒരു കണ്ടന്റ് ആണോ രേണു ഇട്ടിരിക്കുന്നത്? അതിനകത്ത് രേണു വളരെ വ്യക്തമായിട്ടുള്ള സാധനങ്ങളാണോ കാണിച്ചു വെച്ചിരിക്കുന്നത്? ശരി, ബാക്കി കാണട്ടെ. രേണു ഈ സാധനം കൊണ്ട് പോലീസിനെ കാണിക്കും. സാർ, എന്റെ ഈ ഫോട്ടോ അവൻ പ്രചരിപ്പിച്ച്, ഞാൻ പൈസ കൊടുത്ത് ആൾക്കാർക്ക് കൊടുത്ത ഫോട്ടോ പ്രചരിപ്പിച്ചു, അവനെതിരെ മാനനഷ്ടത്തിന് കേസെടുത്ത് ഇന്ന് രേണു പറയുവോ? പറയുമായിരിക്കും. ഏതായാലും ഈ വീഡിയോയെ കുറിച്ച് ഞാൻ യാതൊരു അഭിപ്രായം പറയുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും എന്താണ് ഇതിനെതിരെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഇൻസ്റ്റാഗ്രാം ഇന്ന് ഉപയോഗിക്കുന്ന കൊച്ചു പിള്ളേരുണ്ട്, കൊച്ചു മക്കളുണ്ട്, പ്രായമായ ആളുകളുണ്ട്, വിവാഹം കഴിഞ്ഞ ആളുകളുണ്ട്, ഈ വിവാഹപ്രായം എത്താത്ത ആളുകളുണ്ട്, ഞരമ്പ് രോഗികൾ കാണുന്നുണ്ട്, പല തരത്തിലുള്ള ആളുകൾ ഈ വീഡിയോസ് എല്ലാം രേണുവിന്റെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് മെസ്സേജാണ് രേണു ഇതിലൂടെ കൊടുക്കുന്നത്? രേണുവിനെ വിമർശിക്കുന്ന എന്തിനാണെന്ന് ഫസ്റ്റ് രേണു മനസ്സിലാക്കൂ. രേണു മാന്യമായിട്ടൊരു കണ്ടന്റ് ഇട്ടു, അതിനെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, നമ്മൾ രേണു പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. രേണു തന്നെ പറ, ഈ സാധനമൊക്കെ നല്ല സാധനമാണോ? ഓക്കെ, രേണു എന്ത് പറഞ്ഞാലും രേണു ഈ ജയ് വിളിക്കുന്ന ടീംസിനോടൊന്ന് ചോദിച്ചേ ഈ സബ്സ്ക്രൈബ്ഡ് വീഡിയോസ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ ആദ്യം ചോദിച്ചാൽ തന്നെ രേണുവിന്റെ വീട്ടിലുള്ള അയൽവാസികളായിട്ടുള്ള ബന്ധുക്കാരായിട്ടുള്ള ആളുകൾ ഈ സാധനം കാണുന്നതിനോട് രേണു ഓക്കെയാണ്. എനിക്കറിയത്തില്ല, രേണു ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, രേണു ഏതായാലും ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞു ഞാൻ ഡിഫർമേഷൻ കേസ് കൊടുക്കും, ഞാൻ നിയമപരമായി പോരാടും എന്നൊക്കെ പറയുന്ന രേണു 2 ദിവസം മുമ്പേ, ഒരു 2 ദിവസം മുമ്പ് ഇട്ടൊരു വീഡിയോ ഓൾറെഡി ഞാൻ റിയാക്ട് ചെയ്താണ്. അത് ഞാൻ ഒന്നുകൂടി ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഞാൻ അവരെ കുറച്ച് തന്നെ എനിക്ക് നെഗറ്റീവ്, അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് റിയാക്ഷനോളുകളുണ്ടല്ലോ എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറേ കണ്ടന്റുകൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവളുമാർക്കും എല്ലാം അങ്ങ് ആദ്യമാണ് എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. എന്തായാലും ഞാനെടുത്ത പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് എനിക്ക് വേണ്ടി പ്രമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന്. ഞാൻ ഇടുന്ന പോസ്റ്റ് ഒക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്, ചാരപ്രവർത്തികൾ ചെയ്യുന്നു തോന്നുന്നു, അവന്മാർ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും. നന്ദിയുണ്ട്, എനിക്ക് ഫ്രീ പ്രൊമോഷൻ ചെയ്യുന്ന പോലെ. മറ്റേ കടകളിലൊക്കെ കയറുമ്പോ മമ്മൂട്ടി എന്ന് പറയുന്ന പോലെ നന്ദിയുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് തൊട്ടപ്പുറത്തെ വീഡിയോ വന്നിട്ട് നീയൊക്കെ എന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നോടാ, നിനക്കൊക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമല്ലോടാ എന്നൊക്കെ പറയുന്നല്ലോ. രേണു രാഷ്ട്രീയത്തിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെച്ചപ്പെടും കേട്ടോ. നിന്ന നിപ്പില് വാക്ക് മാറ്റി പറയാനുള്ള ഈ കഴിവ് ഇന്നത്തെ പല പൊളിറ്റീഷ്യൻസിനും ഇല്ല. ആ കഴിവ് രേണുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേര്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുന്ന കുറച്ച് പേര് വ്ളോഗേഴ്സ്, താങ്ക് യു സോ മച്ച്. എനിവേ ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോട്ടടാ, നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇറക്കുന്നില്ല. ഈ സബ്സ്ക്രൈബ് ചെയ്ത് ആരുടെ പൈസയാ? ഓക്കെ, നീക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എൻ്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിവേ എൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല, ഇനി ചാരപ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിടുന്ന പോസ്റ്റിൽ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. എനിവേ എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. താങ്ക് യു സോ മച്ച്. ഫ്രീ പ്രൊമോഷന് താങ്ക് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് വന്നിട്ട് എന്റെ ഫോട്ടോ എടുക്കാൻ നിനക്ക് ലജ്ജയില്ലടോ, ഉളുപ്പില്ലടോ, നാണോ മാനോടോ, ഞാൻ നിനക്ക് കേസ് കൊടുക്കൂടാ എന്ന് പറയാൻ രേണുവിന് നാണമില്ലേ? രേണു ഒന്നെങ്കിൽ രേണു ആ വീഡിയോ ഇടുമ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള ബേസിക് മര്യാദ രേണു കാണിക്കണ്ടേ? ഇങ്ങനെ ഓന്തല്ലേ നിറമാണ്, ഓന്ത് മാറും ഇതുപോലെ നിറം. രേണു അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ നീ ഫ്രീ പ്രൊമോഷൻ നന്ദി. ഇപ്പുറത്ത് വന്നിട്ട് പറയാ ഡിഫർമേഷന് കേസ് കൊടുക്കും, ഞാൻ അഴിയണിക്കും, ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം കൊടുക്കേണ്ട സാധനം എടുത്തും പോയേക്കുന്ന നീയൊക്കെ. ഇനി അതുൽ വ്ലോഗ്സിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. ഒരു മനസ്സിലാക്കാം, അതിലും കൂടെ പറയുന്ന നമുക്കൊരു സുഖമില്ലേ, അത് കേൾക്കാം. നീ സബ്സ്ക്രൈബ് ചെയ്തല്ലേടാ കൊച്ചു കള്ള, നീ എന്നാണോ സബ്സ്ക്രൈബ് ചെയ്തത്? എന്തോ കാണിക്കാനാ രേണു ഇട്ടേ? അത് കാണാനായിരിക്കും അതുൽ വ്ലോഗ്സും ചെയ്തത്. അല്ല, അത് ആ ഫീച്ചർ അതുൽ വ്ലോഗ്സിന് മാത്രം ഡിസേബിൾ ആയിരുന്നോ? അതുൽ വ്ലോഗ്സിന് അത് എനേബിൾ അല്ലായിരുന്നോ? അപ്പൊ പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. രേണു നാട്ടുകാർ എന്തൊരു കാണിക്കാനായിട്ട് അത് ചെയ്യുന്നേ? അത് തന്നെ കാണാനായിട്ട് അതിൽ വന്നത്.
രേണു സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ അതിനകത്ത് സംസാരിക്കുമ്പോൾ അതിനെ കണ്ട് അതിനെതിരെ വ്യക്തമായി റിയാക്ട് ചെയ്യാനുള്ള അതിവിദഗ്ധമായ അറിവുമായിട്ടാണ് അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ണാടി വെച്ച് മുറിക്കാത്തിരുന്ന് കുണാന്ന് പറഞ്ഞ എന്നെ പറ്റി അപവാദം ആലോചിച്ചോ പറയാനല്ലേടാ നീ സബ്സ്ക്രൈബ് ചെയ്ത കള്ളത്തെണ്ടി. നീ എന്നെ എന്തൊക്കെയാണ് വിളിക്കുന്നത്? അപ്പൊ നിന്നെ ഞാൻ അങ്ങനെ വിളിച്ചത് എന്റെ വായന നീ കേട്ടത് നിന്റെ പൂർവ്വകാല സുഹൃത്തും അത് നീ കരുതിക്കോ. അതുപോലെ നീ വീട്ടിലിരുന്നുകൊണ്ട് കഥകൾ പഠിച്ചിരുന്നുകൊണ്ട് കണ്ണാടി വെച്ചോണ്ട് കുണാന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ കുറ്റം രേണുസുതിന്റെ കുറ്റം ഏറ്റവും കൂടുതൽ പറയാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ മോനെ. നീ അതിനെ നിവൃത്തിയുള്ളൂ രേണു, അല്ലാതെ അതിൽ ബ്ലോഗ്സ് വന്നിട്ട് ഇങ്ങനെ കുറെ സബ്സ്ക്രൈബ് വീഡിയോ ഇട്ട് കാണത്തില്ല, ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം പ്രകാരം ഇത്തരം സാധനങ്ങളൊക്കെ സ്ത്രീകൾ ഇട്ടാലേ കത്തിക്കാൻ പറ്റത്തുള്ളൂ. ആണുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആണുങ്ങൾ ആർക്കും വേണ്ടടേ, മനസ്സിലായി? കാര്യം ഇതൊക്കെയാണ് സംഭവം. ഏതായാലും രേണുവിന്റെ സംഭവം ഇതാണ്. രേണുവിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഇനി പുറത്തെടുക്കുന്നവരെ നിയമപരമായും കായികപരമായും നേരിടുമെന്നുള്ള ശക്തമായ പ്രതിഷേധമായി രേണു രംഗത്ത് വന്നിരിക്കുകയാണ്. രേണു മര്യാദയ്ക്കുള്ള സാധനം ഇടും, നമ്മൾ അത്രേ പറയുന്നുള്ളൂ. രേണു സബ്സ്ക്രൈബ്ഡ് കണ്ടന്റ് ഇടുന്നതിനും എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്നതിനും നമ്മളെതിരല്ല. രേണു ഇട്ട കണ്ടന്റിനകത്ത് ഒരെണ്ണം കാണിക്കാവോ? നല്ലൊരെണ്ണം, നല്ല മീൻസ് മാന്യമായിട്ടൊരെണ്ണം. ഇപ്പൊ നിങ്ങൾ കാണിച്ചെന്താ ഒക്കെ കാണിച്ചോണ്ട് സാധനം നിങ്ങൾ കാണിക്കുന്നതിലെല്ലാം നിങ്ങളുടെ ഈ ഒരു ഭാഗം വിസിബിൾ ആയിട്ടാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇതിനെതിരെയല്ലേ ആൾക്കാർ സംസാരിക്കുന്നത്? നിങ്ങൾ ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഒക്കെ എന്താണ്? ഈ പോസ്റ്റിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നതാണോ തെറ്റ്? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? നിങ്ങൾ ഇത് കാശ് കൊടുത്ത് ആൾക്കാർക്ക് വിറ്റ സാധനം നീയൊക്കെ ഞാൻ കാശ് തന്നു വിൽക്കും, നീ കൊണ്ടുപോകണം, ഉപയോഗിക്കാൻ പാടില്ല. അതെന്തൊരു പരിപാടിയത്? നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ സംഭവമാണെന്നാണ് എൻ്റെ ഒരു ഇത്. രേണു നല്ല സാധനങ്ങൾ ഇടൂ, നല്ല കണ്ടന്റ്സ് ഇടൂ. രേണുവിന് ഒരു മനുഷ്യൻ വിമർശിക്കത്തില്ല. രേണു ഇടുന്ന സാധനങ്ങൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? രേണു തന്നെ പറ, എന്തോ എവിടെയോ ഒരു തകരാറില്ലേ? ഈ സാധനങ്ങളൊന്നും എന്താ രേണു സബ്സ്ക്രൈബ്ഡ് കണ്ടന്റ് അല്ലാതെ മറ്റ് നോർമൽ റീലായിട്ട് ഇടാത്ത എന്താ? അപ്പൊ നീയൊക്കെ കാശ് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ നമ്മൾ കാണിക്കും. കാശ് കൊടുക്കാത്തവർ അങ്ങനത്തെ കണ്ടാൽ മതി. കാശ് കൊടുത്ത് എനിക്ക് ഫ്രീ പ്രൊമോഷൻ തന്നിട്ട് ഇത്ര ആൾക്കാർ എന്നിലേക്ക് എത്തിച്ചതിന് എല്ലാവരും നന്ദി. ഇപ്പൊ ആൾക്കാർ വരുന്നില്ല, എല്ലാവരും ഇവന്മാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിനക്കൊക്കെ കഴിഞ്ഞാൽ ഡിഫർമേഷൻ കേസ് കൊടുക്കണം, കൊള്ളാടെ എന്തായാലും കൊള്ളാം. ഏതായാലും രേണുവിനോട് ഞാൻ വ്യക്തമായി ചോദിക്കുകയാണ്, രേണു ഈ സാധനം കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ രേണു തീർച്ചയായിട്ടും മറുപടി ചെയ്യുക. വളരെ മാന്യമായിട്ട് രീതിയിൽ, ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ പറയാം. അപ്പോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ